നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്നു. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. 6 പേർക്ക് പൊതുജീവനേകി കാസർകോട്ടെ യുവസൈനികൻ കെ നിധീഷ് വിടവാങ്ങി. പെരുമ്പള യൂത്ത് ക്ലബിൽ പൊതുദർശനത്തിന് ശേഷം സൈനിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പുത്തികയിലെ ഡിവൈഎഫ്ഐ നേതാവായ ഉദയകുമാറിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പ്രതി അറസ്റ്റിൽ. വിവാഹ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി ഹെൽമറ്റ് ഇടാതെ യാത്ര. ബംബ്രാണ സ്വദേശി രവീന്ദ്ര, മൊഗ്രാൽ സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരെ സമർത്ഥമായി പിടികൂടി കുമ്പള പോലീസ്. ഡിജിറ്റൽ സർവേയിൽ മികച്ച പ്രവർത്തനത്തിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയായി. ടിക്കറ്റ് കൗണ്ടറിനും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിനും വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പണികഴിഞ്ഞു. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്നു. COE സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ബദൽ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. രാജ് റെസിഡൻസിയിൽ ജില്ലാ പ്രസിഡന്റ് VV മനോജ് പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കമായത്. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കുവാൻ സർക്കാർ ഇടപെടണമെന്നും ബദൽ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള ബിസിനസ് സാധ്യതകളെപ്പറ്റി കൺവെൻഷൻ ചർച്ച ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയുള്ള CCTV പ്രൊജക്ട്, എല്ലായിടത്തും സൗരോർജം, എല്ലാവർക്കും സോളാർ, വിനോദസഞ്ചാര മേഖലയ്ക്കകത്തെ സാധ്യതകൾ തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് DPR തയ്യാറാക്കി കൺവെൻഷനിൽ അവതരിപ്പിച്ചു. വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിനുള്ള അനിയന്ത്രിതമായ നിരക്ക് വർധനവ്, 5 വർഷത്തേക്കുള്ള പോസ്റ്റൽ ലൈസൻസ് ഫീയുടെ 100% വർധനവ്, ജിയോ, ഡിസ്നി, ഹോട്ട്സ്റ്റാർ ലയനമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവ കൺവെൻഷൻ ചർച്ച ചെയ്തു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കാലത്തിന് ഗുണകരമാകുന്ന രീതിയിലാണ് കേരള വിഷന്റെ കീ OTT പ്ലാറ്റ്ഫോം എന്ന് PB സുരേഷ് പറഞ്ഞു. ഓരോ ഘട്ടങ്ങളിലും നമുക്കുണ്ടായിട്ടുള്ള വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതൊന്നും അവസാനിച്ചു എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഇന്ന് നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ജിയോയുടെ കടന്നുവരവാണ്. ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന OTT സംവിധാനം ഇന്ന് രാജ്യത്ത് നിലവിൽ വന്നപ്പോൾ അത് വലിയൊരു ഭീഷണിയായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഭാവിയിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സംവിധാനം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ കൺവെൻഷനിൽ നമ്മൾ അവതരിപ്പിച്ച നമ്മളുടെ OTT സംവിധാനം, കീ OTT എന്ന് പറയുന്നത് 35ഓളം OTTകളുടെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ കീ OTT എന്ന് പറയുന്നത്. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് അധ്യക്ഷത വഹിച്ചു. സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, KCBL ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, KCCL ഡയറക്ടർ ലോഹിതാക്ഷൻ, CCN MD TV മോഹനൻ, കാസർഗോഡ് വിഷൻ സെക്രട്ടറി PR ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ സതീഷ് K പാക്കം സ്വാഗതവും കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി P പ്രകാശ് നന്ദിയും പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ വിനോദ് P സാമ്പത്തിക റിപ്പോർട്ടും, CCN ചെയർമാൻ പ്രദീപ് കുമാർ K ജില്ലാ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി, നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് CP എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. സുധീഷ് VV അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കൺവെൻഷനിൽ ജില്ലയിലെ 200 പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
അവയവദാനത്തിലൂടെ 6 പേർക്ക് പുതുജീവനേകി കാസർകോട്ടെ യുവ സൈനികൻ യാത്രയായി. കരസേനയുടെ ഹരിയാന അംബാല സ്റ്റേഷനിലെ സിഗ്നൽമാനും പെരുമ്പള സ്വദേശിയുമായ കെ നിധീഷാണ് ബുധനാഴ്ച വാഹനാപകടത്തിൽ വിടവാങ്ങിയത്. പെരുമ്പള യൂത്ത് ക്ലബ്ബിൽ പൊതുദർശനത്തിന് ശേഷം സൈനിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച പെരുമ്പളയിലെ യുവ സൈനികന്റെ അവയവങ്ങൾ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലെ 6 പേർക്ക് പുതുജീവനേകും. കരസേനയുടെ ഹരിയാന അംബാല സ്റ്റേഷനിലെ സിഗ്നൽമാൻ പെരുമ്പള ചെല്ലൂഞ്ഞി തെക്കേവളപ്പിൽ കെ നിധീഷാണ് ബുധനാഴ്ച വിടവാങ്ങിയത്. വീട്ടിലേക്ക് പോകുമ്പോൾ ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ചട്ടഞ്ചാൽ ടൗണിലെ അടിപ്പാതയ്ക്ക് സമീപത്തെ ഹമ്പിൽ തട്ടി സ്കൂട്ടർ മറിഞ്ഞ് നിധീഷിന് തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിഞ്ഞ നിധീഷിനെ പിറ്റേ ദിവസം സൈനിക ഉദ്യോഗസ്ഥരെത്തി ബംഗളൂരുവിലെ എയർഫോഴ്സ് കമാൻഡ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചതായി അധികൃതർ വ്യക്തമാക്കിയതോടെ സൈനിക ഉദ്യോഗസ്ഥർ നിധീഷിന്റെ കുടുംബവുമായി അവയവദാനത്തെപ്പറ്റി സംസാരിച്ചു. ബംഗളൂരുവിലെ എയർഫോഴ്സ് കമാൻഡ് ആശുപത്രിയിലെത്തി ബന്ധുക്കൾ ബുധനാഴ്ച രാവിലെ സമ്മതമറിയിച്ചതോടെ അവയവമാറ്റ ശസ്ത്രക്രിയ തുടങ്ങുകയായിരുന്നു. എയർഫോഴ്സ് ആശുപത്രിയിലെ നടപടികൾ പൂർത്തിയാക്കി ബുധനാഴ്ച രാത്രി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. വ്യാഴാഴ്ച പെരുമ്പള യൂത്ത് ക്ലബ്ബിൽ പൊതുദർശനത്തിനു ശേഷം സൈനിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നിധീഷിന് 2 വർഷം മുൻപാണ് അംബാലയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയത്. 2 ആഴ്ച മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത്. അച്ഛൻ പരേതനായ MP രാജൻ, അമ്മ കളിങ്ങോൻ പാർവതി, ഭാര്യ M ആതിര, നിഷ, നിശാന്ത് എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുത്തികയിലെ ഡിവൈഎഫ്ഐ നേതാവായ ഉദയകുമാറിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കട്ടത്തടുക്കയിലെ ദാമോദരൻ എന്ന ഗണേശനാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ സാഹസികമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ പുത്തികെ കക്കേപ്പാടിയിലെ കെ ഉദയകുമാറിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പുത്തികെ പൊതോഗിരി കട്ടത്തടുക്കയിലെ ദാമോദരൻ എന്ന ഗണേശനാണ് അറസ്റ്റിലായത്. വീട്ടിലെത്തിയ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളുടെ പേരിൽ മയക്കുമരുന്ന് വിൽപ്പന, വധശ്രമം തുടങ്ങിയ കേസുകളുണ്ട്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പുത്തികെ മുണ്ടിത്തടുകയിലെ സൂപ്പർ മാർക്കറ്റിൽ വെച്ചാണ് കുത്തേറ്റത്. വാർഡിലെ കുടിവെള്ള ടാങ്ക് മോഷ്ടിച്ച ഗണേശന് നേരെ ഉദയകുമാർ പരാതി കൊടുത്ത വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു ആക്രമണം. സമീപത്തുണ്ടായിരുന്ന സോഡാ കുപ്പി പൊട്ടിച്ച് വയറിന് മുകൾ ഭാഗത്തായി കുത്തുകയായിരുന്നു. കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാർ, SI K ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡിജിറ്റൽ സർവേയിൽ മികച്ച പ്രവർത്തനത്തിന് സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരത്തിന് കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ അർഹനായി. റവന്യൂ വകുപ്പ് മന്ത്രി K രാജനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂതനാശയങ്ങൾ ആവിഷ്കരിച്ച മികച്ച ജില്ലാ കളക്ടർക്കുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പുരസ്കാരത്തിനും K ഇമ്പശേഖർ അർഹനായിരുന്നു. ഡിജിറ്റൽ സർവേയുടെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ഡിസ്ട്രിക്ട് കളക്ടർ എന്ന നിലയിൽ സർവേക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ നിലപാടെടുത്ത ബെസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടർ K ഇമ്പശേഖർ IAS കാസർഗോഡ്. ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്കുള്ള മികച്ച ജില്ലാ കളക്ടർക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിന് കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ IAS അർഹനായി. ജില്ലയിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്തതിനാണ് അവാർഡെന്ന് റവന്യൂ സർവേയും ഭൂരേഖയും വകുപ്പ് മന്ത്രി K രാജൻ അറിയിച്ചു.
ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് പ്രത്യേക അദാലത്തുകൾ വില്ലേജ് തലത്തിൽ ജില്ലാ കളക്ടർ സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ഡിജിറ്റൽ സർവേ സമ്പൂർണ്ണമായി പൂർത്തിയാക്കിയ ഉജാർ ഉൾവാർ വില്ലേജിൽ കളക്ടർ അദാലത്ത് സംഘടിപ്പിച്ചിരുന്നു. തളങ്കര ഉൾപ്പെടെയുള്ള വില്ലേജുകളിലും ജില്ലാ കളക്ടർ നേരിട്ട് സന്ദർശിച്ച് അദാലത്തുകൾ നടത്തി. ഡിജിറ്റൽ സർവേ പൂർത്തീകരണത്തിന് ജനപ്രതിനിധികളും ജനങ്ങളും നൽകിയ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു. കെ ഇമ്പശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂതനാശയങ്ങൾ ആവിഷ്കരിച്ച മികച്ച ജില്ലാ കളക്ടർക്കുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പുരസ്കാരത്തിനും അർഹനായിരുന്നു. ജില്ലാ കളക്ടർ നേതൃത്വം നൽകിയ ഐലീഡ് പദ്ധതിക്കാണ് 2024 വർഷത്തെ സാമൂഹിക നീതി വകുപ്പിൻ്റെ പുരസ്കാരവും ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവാഹ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി ഹെൽമെറ്റ് ഇടാതെ യാത്ര. പിന്നാലെ CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ മോഷ്ടാക്കളെ പൊക്കി പോലീസ്. കുമ്പള പൈ കോമ്പൗണ്ടിലെ സച്ചിന്റെ ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ ബംബ്രാണ സ്വദേശി രവീന്ദ്ര എന്ന ഡബ്ബി രവി, മൊഗ്രാൽ മൈമൂൺ നഗറിലെ മുഹമ്മദ് മൻസൂർ എന്നിവരാണ് കുമ്പള പോലീസിന്റെ സമർത്ഥമായ നീക്കത്തിൽ പിടിയിലായത്. കുമ്പളയിലെ വിവാഹ വീട്ടിൽ നിന്നും കഴിഞ്ഞ നവംബർ 1-ാം തീയതിക്കും 2-ാം തീയതിക്കും ഇടയിലാണ് കുമ്പള പൈ കോമ്പൗണ്ടിൽ താമസിക്കുന്ന മാലിംഗേശ്വരന്റെ മകൻ സച്ചിന്റെ ബൈക്ക് മോഷണം പോയത്. സംഭവത്തിൽ സച്ചിൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിനിടെ സച്ചിന് കാഞ്ഞങ്ങാട്ട് ഹെൽമറ്റ് ഇടാതെ സഞ്ചരിച്ചുവെന്ന് കാണിച്ച് ഗതാഗത വകുപ്പിന്റെ നോട്ടീസ് വന്നു. ഇത് അന്വേഷണത്തിൽ നിർണായകമാകുകയും കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ മേൽനോട്ടത്തിൽ SI K ശ്രീജേഷ് നടത്തിയ അന്വേഷണത്തിൽ CCTVയിൽ കണ്ട ദൃശ്യത്തിൽ നിന്നും പ്രതികൾ ബംബ്രാണ സ്വദേശി രവീന്ദ്ര എന്ന ഡബ്ബി രവിയും മൊഗ്രാൽ മൈമൂൺ നഗറിലെ മുഹമ്മദ് മൻസൂറുമാണെന്നും തിരിച്ചറിയുകയും ഇവർ വീട്ടിലുള്ള സമയമെത്തി പിടികൂടുകയുമായിരുന്നു. സിവിൽ പോലീസ് ഓഫീസർ വിനോദ്, കിഷോർ, ഗിരീഷ് എന്നിവരും പ്രതികളെ പിടികൂടുവാനുള്ള സംഘത്തിലുണ്ടായിരുന്നു. ബുധനാഴ്ച രാത്രിയോടെ പ്രതികളെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ കലാവിരുന്നൊരുക്കി കുടുംബശ്രീ CDSകൾ. കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കാഞ്ഞങ്ങാട് 2nd ഉദുമ CDSലെ കലാകാരികളുടെ കലാസന്ധ്യ അരങ്ങേറിയത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കാഞ്ഞങ്ങാട് 2nd ഉദുമ CDSലെ കലാകാരികളുടെ കലാസന്ധ്യ അരങ്ങേറിയത്. പ്രായഭേദമന്യേ കുട്ടികൾ ഉൾപ്പെടെ പരിപാടിയിൽ അണിനിരന്നു. ഒപ്പന, തിരുവാതിര, ഗ്രൂപ്പ് ഡാൻസ് എന്ന് വേണ്ട കാഞ്ഞങ്ങാടിന്റെ തനത് കലയായ അലാമിക്കളി കൂടി വേദിയിലെത്തിയപ്പോൾ കാഴ്ചക്കാർക്കിടയിൽ കൗതുകമായി. ട്രാൻസ്ജെൻഡർ ഇഷ കിഷോറും ടീമും അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ ഡാൻസ് കലാസന്ധ്യയ്ക്ക് മാറ്റുകൂട്ടി. 8 ദിവസങ്ങളിലായി നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിൽ എല്ലാ ദിവസവും രാത്രി വിവിധ CDSകളുടെ കലാപരിപാടികളാണ് നടന്നുവരുന്നത്. തുടർ പരിപാടിയായി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം കാസർഗോഡ് സംഘടിപ്പിക്കുന്ന കലാഭവൻ മണി അനുസ്മരണവും ജില്ലാതല നാടൻപാട്ട് മത്സരം, മണിനാഥം, കാഞ്ഞങ്ങാട് നഗരസഭാ ജീവനക്കാരുടെ പരിപാടി എന്നിവ നടക്കും. ജില്ലാതല നാടൻപാട്ട് മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് 25,000, 10,000, 5,000 എന്നിങ്ങനെ പ്രൈസ് മണിയും നൽകും. ജാസ് മ്യൂസിക്കിൻ്റെ മെഗാ ഈവൻ്റോടെ ഫുഡ് ഫെസ്റ്റിന് സമാപനമാകും. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 1 വരെ ചെറുവത്തൂരിൽ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതി പ്രകാരം ബദിയടുക്ക ഏരിയയിലെ ശ്രീ ഭാരതി വിദ്യാപീഠം ബദിയടുക്കയുടെ അന്നഛത്രത്തിന്റെ നിർമ്മാണത്തിന് അനുവദിച്ച 2 ലക്ഷം രൂപയുടെ DD സ്കൂൾ വികസന സമിതിക്ക് കൈമാറി. പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതി പ്രകാരം ബദിയടുക്ക ഏരിയയിലെ ശ്രീ ഭാരതി വിദ്യാപീഠം ബദിയടുക്കയുടെ അന്നഛത്രത്തിന്റെ നിർമ്മാണത്തിന് അനുവദിച്ച 2 ലക്ഷം രൂപയുടെ DD കൈമാറി. പ്രൗഢമായ ചടങ്ങിലാണ് DD സ്കൂൾ വികസന സമിതിക്ക് കൈമാറിയത്. നല്ലൊരു തുക അനുകൂലിച്ചുകൊണ്ട് അതിലൂടെ ഈ കെട്ടിട നിർമ്മാണം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടുള്ള സഹകരണം ധർമ്മസ്ഥലത്തിൽ നിന്ന് ലഭിച്ചു. അതുപോലെ തന്നെ ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന ഇതിലൂടെ ഈ നാടിൻ്റെ ഒട്ടനവധി അമ്പലങ്ങളും മന്ദിരങ്ങളും അതുപോലെ ഇപ്പോൾ ഈ വിദ്യാമന്ദിരത്തിനു കൂടി അനുകൂലമായ നിലപാടെടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്.
അഖില കർണാടക ജനജാഗൃതി വേദി കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നഖുമുഖം, ഗ്രാമവികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ മുകേഷ്, സോണൽ സൂപ്പർവൈസർ ഗോപാലകൃഷ്ണ, ജനജാഗൃതി വേദി അംഗങ്ങളായ ഹരീഷ് കോസാഡ, ജയരാമ പാട്ടാളി പടുമലെ, ഒക്കൂട്ട പ്രസിഡന്റ് താരനാഥറൈ വിദ്യാഗിരി, സത്യനാരായണ സ്കൂൾ കമ്മിറ്റി ഭാരവാഹികളായ ജയപ്രകാശ് പച്ചില, സത്യനാരായണ ശർമ്മ, ഈശ്വരഭട്ട് ഹളമനെ, ഡോക്ടർ ബേസി ഗോപാലകൃഷ്ണ ഭട്ട്, നവനീത, പ്രിയ കിന്നിങ്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടക് ജില്ലയിലെ എരുമാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫി ഷഹീദ് സയ്യിദ് ഹസൻ സഖാഫ് എന്നീ മഹാന്മാരുടെ ഉറൂസ് മുബാറക് 21 മുതൽ 28 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉറൂസിന്റെ ഭാഗമായി മഖാം സിയാറത്ത്, മതപ്രഭാഷണം, സാംസ്കാരിക സമ്മേളനം, ദഫ്മുട്ട്, സമൂഹ വിവാഹം, പ്രവാചക പ്രകീർത്തന സദസ്സ്, സ്വലാത്ത് മജ്ലിസ്, കൂട്ടപ്രാർത്ഥന, അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികൾ ഉണ്ടായിരിക്കും. ഉറൂസിനായി താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 21-ന് ജുമുഅ നിസ്കാരത്തിനു ശേഷം ഉറൂസിന് തുടക്കം കുറിക്കും. താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ സഖാഫി പതാക ഉയർത്തും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 24-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ, മന്ത്രി സമീർ അഹമ്മദ്, ഷാഫി സാദി ബാംഗ്ലൂർ, സയ്യിദ് കെ സാറ്റക്കോയ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിക്കും. അന്നേ ദിവസം 4 മണിക്ക് 10,000-ങ്ങൾക്ക് അന്നദാനം ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുമെന്നും 28-ന് ഉച്ചയ്ക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ബായാർ സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 24-ാം തീയതി തിങ്കളാഴ്ച ഉച്ചക്ക് 12 മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ്. ഉറൂസിൻ്റെ തുടക്കം 21 വെള്ളിയാഴ്ച സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓരോ ദിവസങ്ങളിലായി ധാരാളം ആളുകൾ പ്രഭാഷണത്തിന് വിവിധ പണ്ഡിതന്മാരുണ്ട്. സാംസ്കാരിക സമ്മേളനം മുഖ്യാതിഥിയായി വരുന്നത് കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ സാഹിബ്, അതുപോലെ വഖഫ് മന്ത്രി സമീർ അഹമ്മദ് സാഹിബ്, മറ്റൊരുപാട് നേരത്തെ പറഞ്ഞ SC പൊന്നണ്ണ MLA, അതുപോലെ ഡോക്ടർ മന്ദർഗൗഡ MLA തുടങ്ങിയവർ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം മുഖ്യ പ്രഭാഷണം നടത്തുമ്പോൾ അഷ്റഫ് ജൗഹരി എരുമാട്, അബ്ദുൽ നാസർ ഹാജി മളിയിൽ, അബ്ദുറസാഖ് ആലമ്പാടി, മുഹമ്മദ് അസദ് എരുമാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ BRC വൈവിധ്യ പദ്ധതിയുടെ ഭാഗമായി കയ്യൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പൂരക്കളി അരങ്ങേറ്റം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ BRC വൈവിധ്യ പദ്ധതിയുടെ ഭാഗമായി പാലോത്ത് പ്രതിഭാ കേന്ദ്രത്തിൽ നടപ്പിലാക്കിയ പൂരക്കളിയുടെ അരങ്ങേറ്റം സംഘടിപ്പിച്ചു. പാലോത്ത് പ്രതിഭാ കേന്ദ്രത്തിലെ 20ഓളം കുട്ടികൾ പരിശീലിച്ച പൂരക്കളിയുടെ അരങ്ങേറ്റമാണ് നടന്നത്. കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വൈവിധ്യ എന്ന പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ നമ്മൾ ഇപ്പോൾ പൂരക്കളിയുടെ അരങ്ങേറ്റമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കുട്ടികളുടെ കലാപരിപാടികളുടെ കലാപരമായ ചോദനകളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമാണ്. അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ബോധവൽക്കരണം ആവശ്യമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ആളുകളെ മുഴുവൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമാണ്. വാർഡ് മെമ്പർ M പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ M സുനിൽകുമാർ, പൂരക്കളി പരിശീലകൻ പ്രമോദ് അപ്പിയാലിന് ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ KP രഞ്ജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ VV സുബ്രഹ്മണ്യൻ മാസ്റ്റർ, സുധ PP, പ്രമോദ് ആലപ്പടമ്പൻ, മിനിമോൾ M, ജയശ്രീ U, അശോകൻ M, രമേശൻ K, ലേഖ AK, സാവിത്രി C എന്നിവർ സംസാരിച്ചു. കലയുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ കുട്ടികൾ അവതരിപ്പിച്ച പൂരക്കളി സമഗ്ര ശിക്ഷ കേരളം കാസർഗോഡ് ഫെബ്രുവരി 22-ന് GLPS പേരോലിൽ അവതരിപ്പിക്കുന്ന ജില്ലാതല വൈവിധ്യോത്സവത്തിൽ അവതരിപ്പിക്കും.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സബ് ജില്ലാതല പഠനോത്സവത്തിന് മുന്നോടിയായി ചെറുവത്തൂർ BRC തല അധ്യാപക ശില്പശാല BRC ഹാളിൽ സംഘടിപ്പിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ വർഷത്തിൽ കുട്ടികൾ ആർജിച്ചെടുത്ത അറിവുകളും മികവുകളും പൊതുസമൂഹവുമായി പങ്കുവയ്ക്കാനൊരുങ്ങി പൊതുവിദ്യാലയങ്ങൾ. ഭാഷാ വിഷയ മേഖലകളിൽ ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടിയ മികവുകൾ പഠനോത്സവത്തിൽ അവതരിപ്പിക്കും. വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുക. സബ് ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി പഠനോത്സവം പൂർത്തീകരിക്കും. പഠനോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുവത്തൂർ BRC തല അധ്യാപക ശില്പശാല BRC ഹാളിൽ ആരംഭിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. മികവുത്സവങ്ങൾ എന്ന പേരിൽ വിദ്യാലയങ്ങൾ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ പുറമേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഏതൊക്കെ വിധത്തിൽ അവരുടെ സർഗാത്മകവും അല്ലാതെയുമുള്ള കഴിവുകൾ ഈ വിദ്യാലയ പരിസരങ്ങളിൽ നിന്ന് മികച്ചതാക്കിയിട്ട് ഓരോ വർഷവും അവർ അതിനെ ഉരുക്കി മിനുക്കിയെടുക്കുന്നുണ്ട്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ VV സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കീർത്തി കൃഷ്ണൻ, P രാജഗോപാലൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ 1/4 നൂറ്റാണ്ടിനു ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി 3 ആഴ്ച നീളുന്ന അഖിലേന്ത്യാ പ്രദർശനം ഫെബ്രുവരി 22 മുതൽ മാർച്ച് 16 വരെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിരവധി വിനോദ ഉപാധികൾ ഉൾക്കൊള്ളിച്ചും വിവിധ പവലിയനുകളും വേറിട്ട കാഴ്ചകളും ഒരുക്കി നടക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ നടി ശ്രീവിദ്യ മുല്ലച്ചേരി മുഖ്യാതിഥിയായിരിക്കും. 3 ആഴ്ചയിലധികം നീണ്ടുനിൽക്കുന്ന പ്രദർശനത്തിൽ മിനി കാശ്മീർ എന്ന പേരിൽ സ്നോ വേൾഡ്, ഗുണകേവ്, അക്വേറിയവും ജലകന്യകമാരും, സ്കൂബ ഡൈവിംഗ്, ശാസ്ത്ര വിജ്ഞാന പ്രദർശനം, ISRO, ഫ്ലവർ ഷോ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഫുഡ് കോർട്ടുകൾ, ശാസ്ത്ര വിജ്ഞാന പ്രദർശനം, ഗെയിം സോൺ തുടങ്ങി വ്യത്യസ്ത ഇനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 16 വരെ ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ് അഖിലേന്ത്യാ പ്രദർശന നഗരിയിലേക്ക് പ്രവേശനം അനുവദിക്കുക. അവധി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ പ്രവേശനമുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പരിപാടിയിൽ 4 പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സംഘാടക സമിതി ഭാരവാഹികൾ, ദേവസ്വം പ്രസിഡന്റ് യുവരാമ അടക്കമുള്ള ആൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി ശ്രീവിദ്യ മുല്ലശ്ശേരി ആണ് ആ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ, ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ CT കൃഷ്ണൻ, കൺവീനർ VV വിജയൻ, രാമവില്യം കഴകം ദേവസ്വം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ, ദിനേശ് കുമാർ തെക്കുംപാട്, PV ശ്രീജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയായി. ടിക്കറ്റ് കൗണ്ടറിനും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിനും വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം കഴിഞ്ഞു. യാത്രക്കാർക്ക് ദേശീയപാതയിലേക്ക് എത്താനാകും വിധം സ്റ്റേഷനിലെ മേൽപ്പാലത്തിന്റെ നീളം കൂട്ടിയതും ഇരുവശങ്ങളിലേക്കും പ്ലാറ്റ്ഫോമിന്റെ നവീകരണ ജോലികളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങളുടെ മഞ്ചേശ്വരം പ്രതിനിധി അബ്ദുറഹ്മാൻ ഉദ്യാവർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയായി. ടിക്കറ്റ് കൗണ്ടറിനും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിനും വേണ്ടിയുള്ള പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. യാത്രക്കാർക്ക് ദേശീയപാതയിലേക്ക് എത്താനാകും വിധം സ്റ്റേഷനിലെ മേൽപ്പാലത്തിൻ്റെ നീളം കൂടിയതും ഇരുവശങ്ങളിലെയും പ്ലാറ്റ്ഫോമിൻ്റെ നവീകരണ ജോലികളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പഴയ പ്ലാറ്റ്ഫോം പൊളിച്ചു മാറ്റി ഉയർത്തി. മുൻപ് ട്രാക്കിൽ നിന്നും 50 സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം 85 സെൻറ്റിമീറ്ററായാണ് ഉയർത്തിയത്. 500 മീറ്റർ നീളമുള്ള പഴയ പ്ലാറ്റ്ഫോം വടക്ക് ഭാഗത്തേക്ക് 70 മീറ്റർ കൂടി നീട്ടി. ഇരുവശങ്ങളിലും പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ഇരിക്കുവാനും വിശ്രമിക്കുവാനുമുള്ള സൗകര്യം ഇനിയും കൂട്ടേണ്ടതുണ്ട്. റിസർവേഷൻ സൗകര്യമില്ലാത്തതും വിശ്രമമുറിയുടെ അഭാവവുമെല്ലാം ദുരിതമുണ്ടാക്കുന്നതാണ്. നിലവിൽ വടക്കോട്ട് 5 ട്രെയിനുകൾക്കും തെക്കോട്ട് 8 ട്രെയിനുകൾക്കുമാണ് ഇവിടെ സ്റ്റോപ്പുള്ളത്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കിഴക്കുഭാഗത്തു നിന്നുള്ള യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുവാനും തിരിച്ചുമുള്ള യാത്രയും ദുരിതമാകും. നിലവിൽ ദേശീയപാത മുറിച്ചു കടന്നാണ് യാത്രക്കാർ സ്റ്റേഷനിലെത്തുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ബങ്കര മഞ്ചേശ്വരം ഭാഗത്തേക്ക് നിത്യവും കടന്നുപോകുന്നതും ദേശീയപാതയും റെയിൽപാതയും മുറിച്ചു കടന്നാണ്. ഇത് പലപ്പോഴും അപകടത്തിനിടയാക്കുന്നുണ്ട്. വടക്കുഭാഗത്ത് മേൽപ്പാലം വേണമെന്നുള്ള ആവശ്യം ശക്തമായിരുന്നു. ദേശീയപാത പൂർത്തിയായാൽ യാത്രക്കാർ 1 കിലോമീറ്ററിലധികം ചുറ്റേണ്ടി വരും.
മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഗോവിന്ദപ്പൈ സ്മാരക ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സർവേ റിപ്പോർട്ട് കളക്ടർ കെ ഇമ്പശേഖറിന് കൈമാറി. പ്രിൻസിപ്പലിന്റെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ കെ മുഹമ്മദ് അലി, ട്രാവൽ ആൻഡ് ടൂറിസം വകുപ്പ് മേധാവി ഡോക്ടർ സിന്ധു ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ ഉടുമ്പൻതലയിലെ ഭൂമി സംബന്ധിച്ച് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ നിലനിന്ന കേസിൽ നേരത്തെ പുറപ്പെടുവിച്ച വിധിയിൽ ന്യൂനതയില്ലെന്ന് കോടതി നിരീക്ഷിച്ച് നിരുപാധികം തള്ളിയതായി കുടുംബാംഗങ്ങൾ. ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ ഭൂമി വഖഫ് പരിധിയിൽ വരുന്നതല്ലെന്നും സ്വകാര്യ വ്യക്തികൾ കൈമാറി വരുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചതായും ഇവർ അവകാശപ്പെട്ടു. ഉടുമ്പൻതലയിലെ തയ്യിൽപുരയിൽ അബ്ദുല്ല, ഷക്കീൽ, തൃക്കരിപ്പൂരിലെ MTP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവരുടെ കുടുംബാംഗങ്ങളാണ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിലും ഹൈക്കോടതിയിലും ഇത് സംബന്ധിച്ച് നിലനിന്നിരുന്ന കേസുകളിൽ അനുകൂല തീരുമാനം നേടിയെടുത്തത്. കുടുംബാംഗങ്ങളും അല്ലാത്തവരുമായവരുടെ പേരിൽ 5 ഏക്കറോളം വരുന്ന ഭൂമിയാണ് വർഷങ്ങളായി തർക്കത്തിലും നിയമ നടപടികളിലുമായി കുരുങ്ങിക്കിടന്നതെന്ന് ഇവർ പറഞ്ഞു. ജനുവരി 21-നാണ് കേരള ഹൈക്കോടതി റിവിഷനിൽ കഴമ്പില്ലെന്നും ട്രിബ്യൂണൽ വിധിയിൽ ന്യൂനതയില്ലെന്നും നിരീക്ഷിച്ചത്. വഖഫ് ഭൂമിയല്ലെന്നറിഞ്ഞു തന്നെ ഉടുമ്പൻതലയിലുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ചിലർ കേസ് നടത്തുവാൻ പണം പിരിച്ചതായും ഇവരുടെ കുടുംബാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. MK ബഷീർ, SKP മുഹമ്മദ്, TP ഷാദുലി, ഫൈസൽ പൊറോപ്പാട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായി നന്മമരം കാഞ്ഞങ്ങാട്. ജില്ലാ ആശുപത്രി കാർഡിയോളജി വിഭാഗത്തിലേക്ക് ആവശ്യമായ ഫാൻ വിതരണം ചെയ്തു. വർഷങ്ങളായി ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരികയാണ് നന്മമരം കാഞ്ഞങ്ങാട്. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രി കാർഡിയോളജി വിഭാഗത്തിലേക്ക് ആവശ്യമായ ഫാൻ വിതരണം ചെയ്തു. കോളിക്കാട് എന്റർപ്രൈസസ് ഉടമ സേതു കോളിക്കാടാണ് ഫാൻ സ്പോൺസർ ചെയ്തത്. ആശുപത്രി സൂപ്രണ്ട് ജീജ MP ഫാൻ ഏറ്റുവാങ്ങി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗോകുലാനന്ദൻ, മോനച്ച സ്വാഗതം പറഞ്ഞു. സലാം കേരള അധ്യക്ഷത വഹിച്ചു. ജലീൽ ക്വാളിറ്റി, രതീഷ് കുശാൽ നഗു, രതീഷ് KV, ബാലൻ A, നഴ്സിംഗ് സൂപ്രണ്ട് ലളിത, സ്നേഹലത TV, സിനി AR, PRO റിൻസ് മാണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് വഖഫ് സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫിഖ് വഖഫ് സെമിനാർ കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഖാദി ഫസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവലംബിക്കേണ്ട ചില മാർഗങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന് അവലംബിക്കേണ്ടതായ മാർഗങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമാണ്. ഇത് ഈ പറയപ്പെട്ട സംഗതികളൊക്കെ സ്വലാത്താണെങ്കിൽ നിക്കാഹും പതേമാരിക്കാൻ ഇപ്പോൾ ബഷീർ ഇവിടെ സൂചിപ്പിച്ചല്ലോ. പിന്നെ വേറെ ഏതോ തടികെട്ടേണ്ട പോകുന്ന നിക്കാഹ് ചെയ്തുകൊണ്ട് അപ്പം അയാൾ അതിന് സ്വീകരിച്ച മാർഗം എന്താ നമുക്കറിയില്ല. മുൻ കേന്ദ്ര വഖഫ് കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BM ജമാൽ, പ്രമുഖ കർമ്മശാസ്ത്ര പണ്ഡിതൻ മുഹമ്മദ് സൈദി വളാഞ്ചേരി എന്നിവർ വിഷയാവതരണം നടത്തി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് ആമുഖ ഭാഷണം നടത്തി. മാവുങ്കൽ ജമാഅത്തിനുള്ള ശിഹാബ് തങ്ങൾ സ്മാരക മംഗല്യനിധി സഹായ വിതരണം ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളായ MK അബൂബക്കർ ഹാജി, മുബാറക് ഹസൈനാർ ഹാജി, ജാദിൽ ഹസൈനാർ, ഷരീഫ് എഞ്ചിനീയർ, റഷീദ് തോയമൽ, താജുദ്ദീൻ കമാടം, വിവിധ മഹല്ല് ജമാഅത്ത് ഖത്തീബ്, പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, സംയുക്ത ജമാഅത്ത് പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അട്ടിങ്ങാനം ബേളൂർ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്കും കളിയാട്ടത്തിനും വെള്ളിയാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ അട്ടേങ്ങാനം ബേളൂർ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്കും കളിയാട്ടത്തിനും വെള്ളിയാഴ്ച തുടക്കമാവും. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഇരവിൽ കേശവൻ വാഴുന്നവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വെള്ളിയാഴ്ച കലവറ നിറയ്ക്കൽ ചടങ്ങ്, വൈകിട്ട് മുതൽ വിവിധ പൂജകൾ. ശനിയാഴ്ച രാവിലെ ഉത്സവത്തിന് കൊടിയേറും. തുടർന്ന് സോപാന സംഗീതം, വൈകുന്നേരം തായമ്പക, ദീപാരാധന, വിളക്കുപൂജ എന്നിവ നടക്കും. തുടർന്ന് തിരുവാതിരക്കളി, തുടർന്ന് കൊയ്ത്തുപാട്ട്, കൈകൊട്ടിക്കളി. 9-ന് എഴുന്നള്ളത്ത്, മേളം, നാടകം. ഞായറാഴ്ച രാവിലെ നാമസങ്കീർത്തനം.
കീർത്തനം, വൈകിട്ട് ദീപാരാധന, തായമ്പക, രാത്രിയിൽ കൈകുട്ടിക്കളി, കലാസന്ധ്യ, 24-ന് ഭജനാമൃതം, വൈകിട്ട് 6-ന് കേളി, ഇരട്ടത്തായമ്പക, രാത്രി 7:30-ന് കോമഡി ആറാട്ട്, 9-ന് തിരുവാതിരക്കളി, കൈകുട്ടിക്കളി, 9:30-ന് അരയാൽത്തറയിലേക്ക് എഴുന്നള്ളത്ത്, പഞ്ചവാദ്യ സേവ, നൃത്തോത്സവം, 25-ന് രാവിലെ ഗാനാർച്ചന, വൈകിട്ട് 5-ന് പള്ളിവേട്ട, എഴുന്നള്ളത്ത്, തിരിച്ചെഴുന്നള്ളത്ത്, നഗരപ്രദക്ഷിണം, വിശേഷാൽ പൂജ എന്നിവ നടക്കും. മഹാശിവരാത്രി ദിനമായ 26-ന് രാവിലെ 6 മുതൽ വിവിധ പൂജകൾ. തെയ്യത്തറയിൽ അരിത്രാവൽ, 10-ന് ഭക്തിഗാനസുധ, വൈകിട്ട് 5-ന് ആറാട്ടുബലി, എഴുന്നള്ളത്ത്, തിരിച്ചെഴുന്നള്ളത്ത് എന്നിവ നടക്കും. രാത്രി 8-ന് വസന്തമണ്ഡപത്തിൽ പൂജ, നൃത്തോത്സവം, 11:30-ന് കൊടിയിറക്കം. ഉത്സവ കൊടിയിറക്കത്തോടെ ക്ഷേത്രത്തിന് കീഴിലെ ദേവസ്ഥാനത്ത് നടത്തുന്ന കളിയാട്ടം മാർച്ച് 2, 3 തീയതികളിൽ നടക്കും. 2-ന് രാത്രി 8-ന് തെയ്യങ്ങളുടെ തിടങ്ങൽ, 12-ന് പൊട്ടൻ തെയ്യത്തിന്റെ പുറപ്പാട്, 3-ന് രാവിലെ 9-ന് ചാമുണ്ടിയുടെയും 11-ന് വിഷ്ണുമൂർത്തിയുടെയും പുറപ്പാട്. ഉത്സവ ദിനങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്നു. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. 6 പേർക്ക് പൊതുജീവനേകി കാസർകോട്ടെ യുവസൈനികൻ കെ നിധീഷ് വിടവാങ്ങി. പെരുമ്പള യൂത്ത് ക്ലബ്ബിൽ പൊതുദർശനത്തിന് ശേഷം സൈനിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പുത്തികയിലെ ഡിവൈഎഫ്ഐ നേതാവായ ഉദയകുമാറിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പ്രതി അറസ്റ്റിൽ. വിവാഹ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി ഹെൽമറ്റ് ഇടാതെ യാത്ര. ബംബ്രാണ സ്വദേശി രവീന്ദ്ര, മൊഗ്രാൾ സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരെ സമർത്ഥമായി പിടികൂടി കുമ്പള പോലീസ്. ഡിജിറ്റൽ സർവേയിൽ മികച്ച പ്രവർത്തനത്തിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയായി. ടിക്കറ്റ് കൗണ്ടറിനും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിനും വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പണി കഴിഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.